നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഏറ്റവും ദൃഢമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. മെഡിക്കൽ എന്ന വിഭാഗത്തിൽ ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ക്യാമ്പസ് കൊണ്ട്, അക്കാഡമിക്സ് കൊണ്ട്, ഫാക്കൽറ്റി കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ട് 29-ാം തീയതിക്കുള്ളിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മെഡിക്കൽ എന്ന വിഭാഗത്തിൽ ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ക്യാമ്പസ് കൊണ്ട്, അക്കാഡമിക്സ് കൊണ്ട്, ഫാക്കൽറ്റി കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നോക്കിയാലും, ഇനി ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ്, എയിംസ് ഡൽഹി. അതുപോലെ തന്നെ അതേ ചുവട് പിടിച്ചുകൊണ്ട് തുടങ്ങിയ മറ്റ് 19 കോളേജുകൾ, ഋഷികേശും ഭോപ്പാലും ഭുവനേശ്വറും നമ്മുടെ എയിംസ് മധുര വരെയുള്ള കോളേജുകൾ. ഇവിടെയുള്ള MBBS പ്രവേശനം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ BSc നേഴ്സിംഗ് പ്രവേശനം എയിംസിന് സ്വന്തമായിട്ടാണ്. എയിംസ് BSc നേഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാം ജൂൺ 27-ാം തീയതി ഓൺലൈനായിട്ട് നടക്കുന്നു. അതായത് നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2 മാസക്കാലത്തോളം നമുക്ക് കൂടുതൽ പരീക്ഷകൾ എഴുതി നമുക്ക് യാതൊരു തരത്തിലുള്ള ചെലവുകളും ഇല്ലാതെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു BSc നേഴ്സിംഗ് കോഴ്സോ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സോ പഠിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ എയിംസിൻ്റെ സൈറ്റിൽ വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ. ഈ എയിംസ് ഡൽഹി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 16ഓളം കോളേജുകളിലാണ് BSc നേഴ്സിംഗ് പ്രവേശനത്തിനായിട്ട് ജൂൺ 27-ാം തീയതി പരീക്ഷ നടത്തുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒപ്പം ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഏതാണ്ട് 200ഓളം ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ബെർലിനിൽ ഇത്രയധികം പരീക്ഷകൾ എഴുതി പരിചയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രവേശനം നേടാൻ സാധിക്കുന്നതും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഏറ്റവും ദൃഢമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എയിംസ് BSc നേഴ്സിംഗ് ജൂൺ 27-ാം തീയതി എൻട്രൻസ് എക്സാം. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. aimsexams.ac.in എന്ന വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റുകളെക്കുറിച്ചും കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഡൽഹി ഉൾപ്പെടെ ഏതാണ്ട് 19 കോളേജുകളിലാണ് BSc നേഴ്സിംഗ് പ്രവേശനം. എയിംസ് റായ്പൂർ, ഋഷികേശ്, ഭോപ്പാൽ, ബത്തിൻഡ, ഭുവനേശ്വർ, കല്യാണി, ഡിയോഗ്, ഗോരഖ്പൂർ, ജോധ്പൂർ, ബിലാസ്പൂർ, നാഗ്പൂർ, മംഗളഗിരി, പാറ്റ്ന, ബിബിനഗർ, റായ്ബറേലി, ഗുവാഹട്ടി, ജമ്മു ആൻഡ് രാജ്കോട്ട്. അങ്ങനെ 19 കോളേജുകളിലാണ് എയിംസ് BSc നേഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സുകളുടെ എൻട്രൻസ് എക്സാം. BSc നേഴ്സിംഗിന് 27-ാം തീയതിയാണ് എക്സാം എങ്കിൽ ജൂലൈ 4-ാം തീയതിയാണ് അലൈഡ് കോഴ്സുകളുടെ എൻട്രൻസ് എക്സാം. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 24-ആണ്. പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. എൻട്രൻസ് എക്സാം ജൂൺ 27-ാം തീയതി, അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കോഴ്സിൻ്റെത് ജൂലൈ 4-ാം തീയതി. BSc ഓണേഴ്സിൻ്റെ റിസൾട്ട് ജൂലൈ 4-ാം തീയതി പ്രഖ്യാപിക്കും. അതിൻ്റെ ഓൺലൈനായിട്ടുള്ള 3 റൗണ്ട് കൗൺസിലിംഗ് ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ റിസൾട്ടിൻ്റെ ജൂലൈ 10-ാം തീയതി പ്രതീക്ഷിക്കുന്നു. ആപ്ലിക്കേഷൻ ഫീസ് 2000 രൂപയാണ്. ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും SC ST വിഭാഗത്തിന് EWS വിഭാഗത്തിനൊക്കെ 1600 രൂപയുമാണ്. PWD വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട്? ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്. പിന്നെയുള്ളത് നമ്മൾ പറയുന്ന 27-ാം തീയതി BSc നേഴ്സിംഗ് പ്രോഗ്രാം. പിന്നെ BSc ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ് ഉണ്ട്, BSc ഇൻ ഡെന്റൽ ഹൈജീൻ ഉണ്ട്, BSc ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഉണ്ട്. ഇത്രയും പ്രോഗ്രാമുകൾക്ക് പരീക്ഷയുണ്ട്. അതിൽ നേഴ്സിംഗിന് ജൂൺ 27-ാം തീയതിയും അലൈഡ് ഹെൽത്ത് കെയറിന് ജൂലൈ 4-ാം തീയതിയും. സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓരോ കോഴ്സുകൾക്കും ഡൽഹി ഉൾപ്പെടെയുള്ള കോളേജുകളുടെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ നേഴ്സിംഗിന്റെ സീറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഡൽഹിയിൽ മൊത്തം 96 സീറ്റുകളുണ്ട്. ബത്തിൻഡയിൽ 60, ഭോപ്പാലിൽ 90 അടക്കം
1366 BSc നഴ്സിംഗ് സീറ്റുകളാണ് കേവലം 500 രൂപ മാത്രം കൊടുത്തുകൊണ്ടുള്ള വാർഷിക ഫീസ് കൊടുത്തുകൊണ്ടുള്ള നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 538 സീറ്റുകളടക്കം ആണ് ഈ 1366 BSc നഴ്സിംഗ് സീറ്റുകൾ 3 റൗണ്ട് കൗൺസിലിംഗ് വഴി ഫില്ല് ചെയ്യുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കാണാം. 4 വർഷ പ്രോഗ്രാമുകളാണ് എല്ലാം തന്നെ. റിസർവേഷൻ OBC നോൺ ക്രിമിലെയർ, അതുപോലെ EWS, SC, ST, PWD വിഭാഗങ്ങളുള്ള റിസർവേഷൻ ഉണ്ട്. ഇവിടെ OBC നോൺ ക്രിമിലെയർ ആകുമ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻ വർഷങ്ങളിലൊക്കെ എലിജിബിൾ അല്ലാത്ത സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രം പ്രവേശനം കിട്ടാത്ത ചില വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങളത് അപ്ലോഡ് ചെയ്യാവുള്ളൂ. അതായത് 2025-26 സാമ്പത്തിക വർഷമാണെന്നുണ്ടെങ്കിൽ 2025 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 എടുത്തതായിരിക്കണം. 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 എടുത്ത തഹസീൽദാരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ പ്രോസ്പെക്ടസിൽ തന്നിരിക്കുന്ന മാതൃകയിലോ. ഇനി അതല്ല പുതിയ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും 2026-27 ഫിനാൻഷ്യൽ ഇയറിലാണ് എടുക്കുന്നതെങ്കിൽ അത് ഏപ്രിൽ 24 മുമ്പുള്ളതായിരിക്കണം. ഇന്ന് ഏപ്രിൽ 4 ഏപ്രിൽ 24 മുമ്പ് എടുത്ത നോൺ ക്രിമിനൽ ആയിരിക്കണം നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടത്. ചിലരെങ്കിലും ഇതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് കൗൺസിലിംഗ് സമയത്ത് കൊടുക്കുകയും അവരുടെ റിസർവേഷൻ റദ്ദാക്കുകയും ചെയ്യും. അതുകൊണ്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ വരുന്ന ഏപ്രിൽ 24 മുമ്പ് എടുത്തതാകണം എന്നുള്ളത്, തഹസീൽദാറിൻ്റെ ആകണമെന്നുള്ളതും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ EWS കാറ്റഗറിയും തഹസീൽദാരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും ഇതിനനുസരിച്ച് തന്നെ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിന് 30 ചോദ്യം, കെമിസ്ട്രിക്ക് 30 ചോദ്യം, ബയോളജിക്ക് 30 ചോദ്യം, ജനറൽ നോളജിന് 10 ചോദ്യം, അങ്ങനെ 100 ചോദ്യങ്ങളിൽ നിന്നാണ് എയിംസ് BSc നഴ്സിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങൾക്കായിരിക്കണം ഓൺലൈനായിട്ട് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എയിംസ് BSc നഴ്സിംഗിൻ്റെയും മറ്റു കോഴ്സുകളുടെയും വാർഷിക ഫീസാണ്, ആനുവൽ ഫീസാണ്. കേവലം 1000 രൂപയിൽ താഴെയാണ് എല്ലാ കോഴ്സുകളുടെയും വാർഷിക ഫീസ് എന്നുള്ളതും ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ സിഗ്നേച്ചർ എന്നിവയാണ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ 29 ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 24 24 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ആപ്ലിക്കേഷൻ അവർ കംപ്ലീറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 29 അവരുടെ സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് മെയ് 3 കറക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 24/4/2026 വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. eimsexams.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ എയിംസ് BSc നഴ്സിംഗിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു മെഡിക്കൽ സീറ്റ് സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ കോളേജുകളിൽ ഏറ്റവും ചുരുങ്ങിയ ഫീസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് എയിംസിലെ ഓരോ പ്രോഗ്രാമും. MBBS ആണെങ്കിലും BSc നഴ്സിംഗ് ആണെങ്കിലും അലൈഡ് ഹെൽത്ത് കെയർ കോഴ്സുകളാണെങ്കിലും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓൺലൈനായിട്ടുള്ള അപേക്ഷ പൂർത്തിയാക്കുകയും 26-27 അധ്യയന വർഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ കോളേജുകളിൽ നിങ്ങളുടെ പഠനം സാധ്യമാവുകയും ചെയ്യട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.